Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ മോഷൻ. അപ്പോൾ മോഷനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് മോഷൻ, വാട്ട് ഈസ് റെസ്റ്റ്, മൂവിങ് ഒബ്ജക്റ്റ്, റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ്, ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സോ ആൻ ഒബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ മോഷൻ വെൻ ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറി മാറി പോകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, മോഷൻ അല്ലെങ്കിൽ മൂവിങ് ഒബ്ജക്റ്റ് എന്ന് പറയാം അല്ലേ. ടൈമിനനുസരിച്ച് ഒബ്ജക്റ്റ് പ്ലേസ് പൊസിഷൻ മാറണം, അങ്ങനെയാണെങ്കിൽ മൂവ്മെൻ്റ് ഉണ്ട്. ഇനി റെസ്റ്റ് ആണെങ്കിലോ നമുക്കിതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പറയാം. ആൻ ഒബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബി അറ്റ് റെസ്റ്റ് വെൻ ഇറ്റ്സ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അപ്പോൾ ഈ ഒരു പെൻ, ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു പൊസിഷനിലിരിക്കുകയാണ്, സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇതിൻ്റെ പൊസിഷൻ മാറുന്നില്ല, ഈ പോയിന്റിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ അതെവിടെയാണ്, റെസ്റ്റ് എന്ന് പറയാം അല്ലേ. സോ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ടൈമിനനുസരിച്ച് മാറിയാൽ അത് മൂവിങ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബോള് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്തു ബൈ വിത്തിൻ എ ടൈം 5 seconds. ഒരു 5 seconds കൊണ്ട് എ പൊസിഷനിൽ നിന്ന് ബി പൊസിഷനിലേക്ക് മാറി. ദാറ്റ് ഈസ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം. 5 seconds കൊണ്ട് എ എന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ മൂവിങ് ഒബ്ജക്റ്റ് ഓർ ദ ഒബ്ജക്റ്റ് ഗെറ്റ്സ് ഡിസ്പ്ലേസ്ഡ് അല്ലേ. ആൻഡ് ഇഫ് ദിസ് ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച്, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒബ്ജക്റ്റിൻ്റെ പൊസിഷന് മാറ്റമൊന്നുമില്ല, ഇവിടെ തന്നെയാണ്, ബോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. 5 seconds, 10 seconds, 15 seconds സമയം മാറിക്കൊണ്ടിരിക്കുന്നു. ഇഫ് ദ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ, പൊസിഷൻ ഏതാണ്, എ ആണ് അതിൻ്റെ പൊസിഷൻ, അത് മാറുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി അറ്റ് റെസ്റ്റ്. ഓക്കെ, സോ അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് എ മൂവിങ് ഒബ്ജക്റ്റ്, ഒരു മൂവിങ് ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് പൊസിഷൻ, ദെൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്, ദെൻ വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, അങ്ങനെ ഒരുപാട് ടേംസ് കാണാം. സോ ബിഫോർ ദാറ്റ് നമുക്ക് പൊസിഷൻ, ടൈം, ആ പൊസിഷൻ ആൻഡ് ടൈമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞാൽ ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോർ എ മൂവിങ് ഒബ്ജക്റ്റ്, അത് മൂവ് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഇത്ര മീറ്റർ എവേ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഒരു ട്രീ, ഈ ഒരു ട്രീയുടെ അടുത്ത് നിന്ന് ഒരാൾ 5 meter എവേ ആണ് നിൽക്കുന്നത്. സോ ദ പേഴ്സൺ ഈസ് 5 meter എവേ ഫ്രം ദ ട്രീ. ഈ ട്രീയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്തത്. ഹൗ ക്യാൻ വി ഡിസ്ക്രൈബ് ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ പോയിന്റ്. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഇപ്പോൾ പറഞ്ഞു അല്ലേ. ഈ ട്രീയിൽ നിന്ന് 5 meter എവേ ആണ്. അപ്പോൾ ഈ ട്രീ എന്താണ് ആക്ച്വലി, ദിസ് ഈസ് ദ റെഫറൻസ് പോയിന്റ്. ഇഫ് വി ഹാവ് ടു ഡിസ്ക്രൈബ് ദ പൊസിഷൻ ഓഫ് എ പർട്ടിക്കുലർ ഒബ്ജക്റ്റ്, വി ഹാവ് ടു ടേക്ക് എ റെഫറൻസ് പോയിന്റ്. ദിസ് റെഫറൻസ് പോയിന്റ് ഈസ് കോൾഡ് ഒറിജിൻ. അപ്പോൾ ഈ ട്രീ എന്തായിട്ട് എടുക്കാം നമുക്ക്, റെഫറൻസ് പോയിന്റ് ആണ്. ഇയാളുടെ പൊസിഷനെ മെൻഷൻ ചെയ്തത് ഈ ഒരു ട്രീയുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ. 5 meter അപ്പാർട്ട് ഫ്രം ദ ട്രീ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒറിജിൻ ഓർ റെഫറൻസ് പോയിന്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ മൈ ഹൗസ് ഈസ് 2 kilometer എവേ ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 kilometer എവേ ആണെന്ന് പറഞ്ഞു. ഏതാണ് റെഫറൻസ് ആയിട്ട് എടുത്തത്, റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ വീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 kilometers എവേ ആണ്. അപ്പോൾ റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒറിജിനായിട്ട് റെയിൽവേ സ്റ്റേഷനെ വെച്ചിട്ടാണ് നമ്മൾ വീടിൻ്റെ പൊസിഷൻ പറഞ്ഞത്. സോ അങ്ങനെയാണ് നമുക്ക് ഒബ്ജക്ട്സിൻ്റെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക, ബൈ ടേക്കിംഗ് എ റെഫറൻസ് പോയിന്റ് ഓർ ആൻ ഒറിജിൻ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി. അതിൽ ആദ്യത്തെ 2 പോയിന്റ്സ് നമുക്ക് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ടും ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഒരു തരത്തിൽ ഡിസ്റ്റൻസ് തന്നെയാണ്. എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. വാട്ട് ഈസ് ഡിസ്റ്റൻസ്? ദ ടോട്ടൽ പാത്ത് അല്ലെങ്കിൽ ദ ആക്ച്വൽ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്, അതാണ് ഡിസ്റ്റൻസ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ആ ടോട്ടൽ പാത്ത് അല്ലെങ്കിൽ മുഴുവനായ ആക്ച്വൽ പാത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുക. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അതായത് തുടക്കത്തിലുണ്ടായിരുന്ന ആ പൊസിഷനും എൻഡ് ചെയ്ത ആ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ട്രാവൽ ഫ്രം പൊസിഷൻ എ ടു പൊസിഷൻ ബി. എയിൽ നിന്ന് ബിയിലേക്ക് ഒരാൾ 100 meter ആണ് ട്രാവൽ ചെയ്തത്, 100 meter. ഓക്കെ, ആൻഡ് ദാറ്റ് പേഴ്സൺ, സെയിം പേഴ്സൺ റിട്ടേൺ ബാക്ക് ടു എ പോയിന്റ് സി. അല്പസമയത്തിന് ശേഷം അയാൾ സി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചെത്തി. സോ ഇവിടെ നമുക്ക് അയാൾ 100 meter ട്രാവൽ ചെയ്തു, ബിയിൽ നിന്ന് സിയിലേക്ക്
50 മീറ്റേഴ്സ് അല്ലെങ്കിൽ 25 മീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. 25 മീറ്റർ. ബിയിൽ നിന്ന് സിയിലേക്ക് 25 മീറ്റേഴ്സ്, എയിൽ നിന്ന് ബി വരെ 100 മീറ്റേഴ്സ്. ഇവിടുന്ന് നമുക്ക് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ പാത്ത് ട്രാവൽഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ട്രാവൽ ചെയ്ത് എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് തിരിച്ച് സിയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദിസ് പേഴ്സൺ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലെത്താൻ 100 മീറ്റർ പ്ലസ് വീണ്ടും അയാൾ ബിയിൽ നിന്ന് തിരിച്ച് സിയിലെത്തി 25 മീറ്റർ. ടോട്ടൽ എത്രയായി അയാളുടെ ഡിസ്റ്റൻസ്? 125 മീറ്റർ അയാൾ ട്രാവൽ ചെയ്തു അല്ലേ? ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഇയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് ശ്രദ്ധിക്കണം, അത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. നമുക്ക് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻ കേസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ദ പാത്ത് ട്രാവൽ, ദ ടോട്ടൽ പാത്ത് ഓർ ദ ആക്ച്വൽ പാത്ത് ട്രാവൽഡ് ബൈ ദാറ്റ് പേഴ്സൺ ഈസ് ഇൻഡിപെൻഡൻറ്റ്. നമുക്കതിൻ്റെ ആവശ്യമില്ല ഡിസ്പ്ലേസ്മെൻറ്റിൽ. ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ പോയിൻ്റ് അയാൾ എൻഡ് ചെയ്തപ്പോഴുള്ള ആ പൊസിഷൻ, ഇത് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് നോക്കാം. അപ്പോൾ അയാൾ സ്റ്റാർട്ട് ചെയ്തത് എ എന്ന് പറയുന്ന പോയിന്റിൽ, അയാൾ ബിയിൽ പോയി ബിയിൽ നിന്ന് തിരിച്ച് സിയിൽ വന്നു. അതൊന്നും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ നമുക്ക് വിഷയമല്ല. നമുക്ക് എന്തേ വേണ്ടു? അയാളുടെ ഇനീഷ്യൽ പോയിന്റും അയാൾ ഇപ്പം നിൽക്കുന്ന ഫൈനൽ പോയിന്റും തമ്മിലുള്ള വ്യത്യാസം. സോ ആ പേഴ്സൺ സ്റ്റാർട്ട് ചെയ്തത് എയിലാണെങ്കിൽ ഇപ്പം നിൽക്കുന്നത് സിയിലാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആകെ എ മുതൽ സി വരെയുള്ള ഷോർട്ടസ്റ്റ് പാത്തിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. അതൊരു ഡിസ്റ്റൻസ് തന്നെ, എന്നാൽ ഡിസ്റ്റൻസ് പോലെ തന്നെ ടോട്ടൽ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യണോ, മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എയിൽ നിന്ന് സി വരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ എടുക്കുക? ടോട്ടൽ 100, ഇത്ര വരെ 25. സോ 100 മൈനസ് 25, 100 മീറ്റർ മൈനസ് 25 മീറ്റർ, ദാറ്റ് ഈസ് 75 മീറ്റേഴ്സ് മാത്രമാണ് അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്താണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. ഇനിയും നമുക്ക് നോക്കാനുള്ള കുറച്ച് പോയിന്റ്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ചില സമയങ്ങളിൽ സെയിം വാല്യൂ കിട്ടാം, ചില സമയത്ത് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചേഞ്ചസ് നോക്കാം. അപ്പോൾ ഇതേ കേസ് എടുക്കാം നമുക്ക്. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് 125 കിട്ടി, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് അതിനേക്കാൾ ചെറിയ വാല്യൂ 75 മീറ്റർ, മിനിമം അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്താണെന്ന് പറഞ്ഞു അല്ലേ. സോ ഫ്രം ഹിയർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഡിസ്റ്റൻസ് ക്യാൻ ബി മോർ ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടി നിൽക്കുന്ന വാല്യൂ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇൻസ്റ്റൻറ്റ്, ഇനി ഇതേ എക്സാമ്പിളിൽ നിന്ന് തന്നെ ഇമാജിൻ ദ പേഴ്സൺ ഈസ് ഓൺലി ട്രാവലിംഗ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് മാത്രമേ ഇയാൾ ട്രാവൽ ചെയ്യുന്നുള്ളൂ, സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്നില്ല. സോ സി പോയിന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഇതിൻ്റെ ആവശ്യമില്ല. A person is traveling from A to B, that is he cover 100 meters in his journey. So what is his distance? C എന്ന് പറയുന്ന പോയിന്റ് അവിടെ ഇല്ല. ഓക്കെ, ജസ്റ്റ് A to B മാത്രം ട്രാവൽ ചെയ്തു. ഡിസ്റ്റൻസ് എന്താണ്? 100 മീറ്റർ അല്ലേ. ആൻഡ് വാട്ട് ഈസ് ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയോ വരുമോ നോക്കിയേ. ഷോർട്ടസ്റ്റ് പാത്താന്ന് പറഞ്ഞു, ഇതിനപ്പുറേക്ക് ഇനി ഷോർട്ടസ്റ്റ് ഇല്ല. എയിൽ നിന്ന് ബി വരെ പോയി. സോ ഈ ആക്ച്വൽ പാത്ത് തന്നെയാണ് അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾസോ 100 മീറ്റർ. ഈ കേസിൽ നമുക്ക് എങ്ങനെ പറയാം ഇതിനെ? ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി ഈക്വൽ വാല്യൂസ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഒരേ വാല്യൂ കിട്ടാം. നേരത്തെ നമ്മൾ കണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടിയ വാല്യൂ ആയിരുന്നു ഡിസ്റ്റൻസ്. ഇൻ ദിസ് കേസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഇതേ കേസിൽ ദ പേഴ്സൺ ഈസ് ട്രാവലിംഗ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് അയാൾ ട്രാവൽ ചെയ്തു. അതിനുശേഷം ഹി റിട്ടേൺ ഫ്രം ബി ടു എ. അതായത് തുടങ്ങിയതും അവസാനിച്ചതും എവിടെ തന്നെയാണ്? എയിൽ തന്നെ. സോ വാട്ട് ഈസ് ഹിസ് ഡിസ്റ്റൻസ്? ആ കേസിൽ ഡിസ്റ്റൻസ് എന്താണ്? സോ ഹി ട്രാവൽ ഫ്രം എ ടു ബി എന്ന് പറയുമ്പോൾ 100 മീറ്റർ ട്രാവൽ ചെയ്തു. പ്ലസ് അഗെയിൻ ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ചെത്തി, തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ അഗെയിൻ 100 മീറ്ററും കൂടെ ട്രാവൽ ചെയ്യണ്ടേ? 100 + 100 ടോട്ടൽ 200 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. നൗ തിങ്ക് അബൌട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ. എന്താണ് അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്? സ്റ്റാർട്ട് ചെയ്ത ഇനീഷ്യൽ പോയിന്റിൻ്റെയും ഫൈനൽ പോയിന്റിൻ്റെയും ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് പാത്താണ്. സോ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ് ഇവിടെ. ദാറ്റ് ഈസ് ഹി ഡസ് നോട്ട് ഹാവ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ് ചെയ്തതായിട്ട് തോന്നുന്നില്ല അല്ലെ. നമുക്ക് എയിലുണ്ടായ അയാൾ ഇനീഷ്യൽ പോയിന്റ് എയിലായിരുന്നു, ഫൈനലി ഹി കെയിം ബാക്ക് ടു എ. ദാറ്റ് ഈസ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ ദാറ്റ് പേഴ്സൺ. സോ ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി 0. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഡിസ്റ്റൻസ്
cannot be a zero value. ഡിസ്റ്റൻസിന് ഒരിക്കലും ഒരു സീറോ വാല്യൂ ആവാൻ പറ്റില്ല. ഒരു പ്രത്യേക ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, ഒരു പാത്ത് ഉണ്ടാവും അല്ലേ, ആ പാത്തിൻ്റെ എല്ലാ ടോട്ടൽ മെഷർമെൻറ്റ് എടുക്കണം, അതാണ് ഡിസ്റ്റൻസ്. അതെപ്പോഴും ഒരു പ്രത്യേക വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റിന് ഇറ്റ് ക്യാൻ ബി സീറോ എന്ന്. ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി സീറോ. വൈ? ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് സെയിം ആയി വന്നാൽ, തുടങ്ങിയിടത്തേക്ക് തന്നെ പോയി തിരിച്ച് അതേ പൊസിഷനിലേക്ക് വന്നാൽ അത് സീറോ ആവാം. അപ്പോൾ ഒരിക്കലും ഡിസ്റ്റൻസ് സീറോ ആവാൻ സാധ്യതയില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി സീറോ ഇൻ സർട്ടൻ കേസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യമാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഡിസ്റ്റൻസ് ക്യാൻ ബി എ ഗ്രേറ്റർ വാല്യൂ ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നെ ഇവിടെ കണ്ടു ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി ഈക്വൽ വാല്യൂസ്. ആൻഡ് സീ ദാറ്റ് ഡിസ്റ്റൻസ് cannot be zero but displacement can be zero if the initial position and final position remains the same point. Okay, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരുന്നു, സ്ട്രെയിറ്റ് പാത്ത് ആയിരുന്നു. ഇനി ഒരു റെക്ടാങ്കുലാർ ഫീൽഡ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീൽഡിൽ കൂടി ഒരു പേഴ്സൺ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഒരു റെക്ടാങ്കുലാർ ഫീൽഡിൽ കൂടി ഒരു പേഴ്സൺ ട്രാവൽ ചെയ്യുന്നു, റെക്ടാങ്കുലാർ ഫീൽഡിൽ കൂടി, ദാറ്റ് ഈസ് എ ബി സി ഡി ഇ. സ്റ്റാർട്ടിംഗ് പോയിന്റ് എയിൽ നിന്ന് ബി ഒരു 6 മീറ്റേഴ്സ്, ബിയിൽ നിന്ന് സി ഒരു 8 മീറ്റേഴ്സ്, സി ടു ഡി അഗെയിൻ 6 മീറ്റർ, റെക്ടാങ്കുലർ ആണ്. ആൻഡ് ഈ ഒരു പോയിന്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഡിസ്റ്റൻസ് ട്രാവൽഡ്. എയിൽ നിന്ന് ഡിയിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഒന്ന് നോക്കിയേ. 6 + 8 + 6 എത്രയാണ്? 20 മീറ്റേഴ്സ് കിട്ടും. ഇനി എന്നാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റോ നോക്ക്. എയിൽ നിന്ന് ബി ടു സി, സി ടു ഡി, അത് ടോട്ടൽ പാത്താണ്, ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ. ഇനീഷ്യൽ എ, ഫൈനൽ ഡി. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ഇതാണല്ലേ. അതായത് ഈ റെക്ടാങ്കുലാർ സ്ട്രക്ചറിൻ്റെ ലെങ്ത് തന്നെയാണ്, ദാറ്റ് ഈസ് 8 മീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 8 മീറ്റർ അല്ലേ ഉള്ളൂ, ഡിസ്റ്റൻസ് 20 കിട്ടി നമുക്ക്, ഡിസ്പ്ലേസ്മെൻറ്റ് 8 മീറ്റേഴ്സ്. ഓക്കെ, ഈ കേസിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ജസ്റ്റ് എ ടു ബി, ബി ടു സി, സി ടു ഡി, അഗെയിൻ തിരിച്ച് എയിലേക്ക് എത്തിയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയി, തുടങ്ങിയാൽ തന്നെ എത്തിയിട്ടുണ്ട് അല്ലേ. ഇനി വീണ്ടും പോവുകയാണ് ബിയിലേക്ക്, വീണ്ടും സി എന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഈ കേസിൽ ഡിസ്റ്റൻസ് നിങ്ങൾക്കറിയാം, ആ ടോട്ടൽ 1 റൗണ്ട് കംപ്ലീറ്റ് ആക്കി വീണ്ടും വന്നു അല്ലേ, അത് ടോട്ടൽ ഡിസ്റ്റൻസ് എടുത്താൽ മതി. 6 + 8 + 6 + 8 പ്ലസ് അഗെയിൻ 6ഉം 8ഉം ആഡ് ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഈ കേസിൽ ഇതുപോലെ കേസസ് വരും. സ്ക്വയർ ഫീൽഡോ റെക്ടാങ്കുലാർ ഫീൽഡോ, ഇതൊരു റെക്ടാങ്കിളാണ് തന്നിരിക്കുന്നത്. ഈ ഒരു ഫീൽഡിൽ കൂടി പോയ അയാളിപ്പോൾ ഒറിജിനൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത പൊസിഷൻ എ, ഫൈനൽ പൊസിഷൻ സി. സോ വി നോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഹൗ ക്യാൻ വി ഡ്രോ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓർ ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി? ഇങ്ങനെ വരയ്ക്കണം അല്ലേ, ദാറ്റ് ഈസ് ദ ഡയഗണൽ. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് പാർത്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? We have to apply Pythagoras theorem. That is hypotenuse square equal to base square plus altitude square. എങ്ങനെ കാണാം? hypotenuse is equal to root of base square plus altitude square ആവും അല്ലേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂ ബേസ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 36 + 64, നമുക്ക് റൂട്ട് ഓഫ് 100. സോ ഫൈനലി ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടുക? 10 മീറ്റേഴ്സ്. അതായത് ഈ എ ടു സി ഡിസ്റ്റൻസ് എത്രയാണിപ്പോൾ? 10 മീറ്റർ ആണ്. ഡിസ്റ്റൻസ് എത്രയാണ് കിട്ടിയിരുന്നത്? നമ്മൾ എയിൽ നിന്ന് ബി ടു സി, അങ്ങനെ ഒരു വലിയ വാല്യൂ ആണ് ഡിസ്റ്റൻസ് കിട്ടുക. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കുമ്പോൾ ഏതാണോ നമ്മുടെ ഫിഗർ, കൺസേൺ ഫിഗർ, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആണെങ്കിൽ റെക്റ്റാങ്കിൾ, നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് മിനിമം ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് പാത്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് കാണുക. പ്രോബ്ലംസ് എല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു ടൈപ്പിൽ. ഓക്കെ, മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ യൂണിഫോം മോഷൻ നോക്കാം നമുക്ക്. യൂണിഫോം മോഷൻ, ആ വേർഡ് മീനിങ്ങിൽ നിന്ന് തന്നെ എന്ത് നമുക്ക് മനസ്സിലായി? യൂണിഫോമിറ്റി, ദാറ്റ് ഈസ് സംതിങ് ഈസ് സെയിം ദർ, എന്തോ ഒരു കാര്യം ഈക്വലായി വരുന്നതിനാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. നോക്കാം. സോ ഇഫ് ആൻ ഒബ്ജെക്ട് ട്രാവൽ equal distance in equal interval of time, it is said to be in uniform motion. അതായത് ഒരു ഒബ്ജക്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു 5 സെക്കൻഡ്സിൽ 10 മീറ്റർ ട്രാവൽ ചെയ്തു. അടുത്ത 5 സെക്കൻഡിലും 10 മീറ്റർ തന്നെ ട്രാവൽ ചെയ്തു. അടുത്ത 5 സെക്കൻഡിലും 10 മീറ്റർ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുക. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ
interval of time. അങ്ങനെയല്ലേ പോയതെന്ന് നോക്കി ശ്രദ്ധിച്ചേ. ടൈം ഇൻ്റർവൽ സെയിം 5 minutes ഈച്ച് ആണ് അല്ലേ. 5 minutes ഈച്ച് ആണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഓരോ 5 മിനിറ്റിലും എത്രയാണ് ട്രാവൽ ചെയ്തത്? 10 ട്രാവൽ ചെയ്തു. നെക്സ്റ്റ് 5 മിനിറ്റ്സിലും 10 മീറ്റർ തന്നെ, നെക്സ്റ്റ് 5 മിനിറ്റ്സിലും 10 മീറ്റർ തന്നെ. ആക്ച്വലി നമ്മളിത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ വരിക? ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ, അതായത് 0 എന്ന് പറയുന്ന തുടക്കം, ആദ്യത്തെ 5 സെക്കൻഡ്സ്, പിന്നെ 5 സെക്കൻഡ്സും കൂടെ കഴിഞ്ഞാൽ 10 സെക്കൻഡ്സ് ആയി അല്ലേ. ഇത് വീണ്ടും 5 സെക്കൻഡ്സും കൂടെ കഴിഞ്ഞാൽ 15 സെക്കൻഡ്സ് ആയി. ആ സമയം ആദ്യം ട്രാവൽ ചെയ്ത 5 സെക്കൻഡ്സിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 10 മീറ്റർ ആണ്. നെക്സ്റ്റ് 10 കൂടെ ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ 10 തന്നെയാണ് ട്രാവൽ ചെയ്തത്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് 20 മീറ്റർ ആയി. വീണ്ടും 5 സെക്കൻഡ്സ് കഴിഞ്ഞു, അതായത് 15 സെക്കൻഡ്സ് ആയപ്പോൾ 30 മീറ്റർ അല്ലേ. ഈ രീതിയിൽ ഈക്വൽ ഡിസ്റ്റൻസസ് കവർ ചെയ്യുന്നു ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഈ ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുക. സോ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. യൂണിഫോം മോഷനാണ് പറയുന്നത്. അതായത് ഗ്രാഫ് നമുക്കിങ്ങനെ വരയ്ക്കാം. ഒറിജിനാണ് O. സോ എക്സ് ആക്സിസിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ ആണ് നമ്മൾ എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യാറ്. ദാറ്റ് ഈസ് ടൈം ഈസ് ടു ബി ടേക്കൺ ഇൻ ദ എക്സ് ആക്സിസ്, ആൻഡ് വൈ ആക്സിസിൽ നമുക്ക് ഡിസ്റ്റൻസ് എടുക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ്, ഡിസ്റ്റൻസ് ഈസ് ഇൻ മീറ്റർ, ടൈം ഇൻ സെക്കൻഡ്സ്. ഇനിയും 5, 10, 15 അല്ലേ. 5 സെക്കൻഡ്സ്, 10 സെക്കൻഡ്സ് ആൻഡ് 15 സെക്കൻഡ്സ്. അതുപോലെ ഡിസ്റ്റൻസ് ആണെങ്കിൽ 10 നെക്സ്റ്റ് 20, 30. 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ. ഓക്കെ, മാർക്ക് ചെയ്യാലോ. 5 സെക്കൻഡ്സിൽ 10 മീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, ഇങ്ങനെ അറിയാലോ എല്ലാവർക്കും. ഗ്രാഫ് എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവും. ഈ പോയിന്റിൽ 10 സെക്കൻഡ് ആകുമ്പോൾ വീണ്ടും ഒരു 10 more മീറ്റർ ട്രാവൽ ചെയ്തു. ഏകദേശം നമുക്ക് ഇവിടെ കിട്ടി അല്ലേ പോയിന്റ്. അടുത്ത 15 സെക്കൻഡ്സ് ആകുമ്പോൾ 30 മീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. ഓൾമോസ്റ്റ് വി ഗോട്ട് ദ പോയിന്റ് ഹിയർ. ഇനി ഒറിജിനിൽ നിന്ന് നമുക്ക് വരയ്ക്കാം ഗ്രാഫ്. സോ ജോയിനിങ് ഓൾ ദീസ് 3 points വി ഗോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പോൾ ഒരു യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസസ് ഈക്വൽ ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുന്നു. അതിൻ്റെ ഗ്രാഫ് ഏത് ഷേപ്പിലാണ് നമുക്ക് കിട്ടിയത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. വിത്ത് ഒരു സ്ലോപ്പ് ആയിരിക്കും, അതും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനെയുള്ള ഈ രീതിയിലാണ് നമ്മൾ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് വെരി ക്ലിയർലി നമുക്കത് ഗ്രാഫ് പേപ്പറിൽ വരച്ചാൽ വളരെ കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടും. ഇനി എന്തെങ്കിലും രീതിയിൽ ഇത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ യൂണിഫോം മോഷൻ, ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ ആയിരിക്കില്ല അത്. ഓക്കെ, അപ്പോൾ യൂണിഫോം മോഷൻ ക്ലിയർ ആയല്ലോ. ഇഫ് ആൻ ഒബ്ജക്റ്റ് ട്രാവൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അങ്ങനെയുള്ള മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. കുറേയൊക്കെ നമ്മളിപ്പോൾ മൂവ് ചെയ്യുന്നത് ഒരു കാറിലോ ഒരു ബൈക്കിലോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂണിഫോം മോഷൻ അത്ര പോസിബിൾ അല്ല. നമുക്ക് കൃത്യമായ സമയത്ത് കൃത്യം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. യൂഷ്വലി നമ്മൾ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള വെഹിക്കിൾസിൻ്റെ മോഷനൊക്കെ നോൺ യൂണിഫോം ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ നോൺ യൂണിഫോം മോഷൻ എന്ന് നോക്കാം. ഇതേ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഓരോ ടൈം ഇൻ്റർവൽ, സെയിം ടൈം ഇൻ്റർവൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓരോ 5 സെക്കൻഡ് ഡ്യൂറേഷനിലും നമ്മൾ വാച്ച് ചെയ്ത സമയത്ത് ആദ്യം 10 മീറ്റർ ട്രാവൽ ചെയ്തു. നെക്സ്റ്റ് 5 സെക്കൻഡിൽ ഈ വെഹിക്കിൾ ട്രാവൽ ചെയ്തത് 6 മീറ്റേഴ്സ് മാത്രമാണ്. നെക്സ്റ്റ് 5 സെക്കൻഡിൽ ട്രാവൽ ചെയ്തത് 2 മീറ്റേഴ്സ് മാത്രമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ 5 സെക്കൻഡ്സിൽ 10 മീറ്റർ ട്രാവൽ ചെയ്തു. പിന്നെയുള്ള 5 സെക്കൻഡ്സിൽ കുറഞ്ഞു, 6 മീറ്ററേ കവർ ചെയ്തുള്ളൂ. പിന്നെ ടൈം എഗെയിൻ 5 മിനിറ്റ്സും കൂടെ കഴിഞ്ഞു, അത് 2 മീറ്റർ മാത്രം ട്രാവൽ ചെയ്തു. ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഈക്വൽ ഓരോ ടൈം ഇൻ്റർവെലും ശ്രദ്ധിച്ച് 5 സെക്കൻഡ്, ആ ടൈം ഇൻ്റർവെല്ലെല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആണോ ട്രാവൽ ചെയ്തിരിക്കുന്നത്? അല്ല. സോ ഈ ഒരു വെഹിക്കിൾ അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ടൈം ഇൻ്റർവൽ സെയിം ആണ്, ഓരോ 5 മിനിറ്റും നമ്മൾ ശ്രദ്ധിച്ചു ടൈമിനനുസരിച്ച് നോക്കി ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ് ആണ് ഈ വെഹിക്കിൾ കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പേഴ്സൺ മൂവ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അൺഈക്വൽ ഡിസ്റ്റൻസസ് ഒരു പ്രത്യേക സമയത്ത് ടൈം ഇൻ്റർവെല്ലിൽ അൺഈക്വൽ ആയിട്ടാണ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതെങ്കിൽ ദ പേഴ്സൺ ഓർ ദ വെഹിക്കിൾ ഈസ് സെറ്റ് ടു ബി ഇൻ നോൺ യൂണിഫോം മോഷൻ. യൂണിഫോമിറ്റി ഇല്ല അല്ലേ അവിടെ, അതാണ് നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടി റെപ്രസെൻറ്റ് ചെയ്യാൻ, കൃത്യമായിട്ട് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഒറിജിൻ 0 ആണ്. 5 സെക്കൻഡ്സ്, 10 സെക്കൻഡ്സ്, 15 സെക്കൻഡ്സ് കൃത്യമായ ടൈം ഇൻ്റർവെല്ല്. ആദ്യം 10 മീറ്റർ ട്രാവൽ ചെയ്തു. 10 നെക്സ്റ്റ് 5 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് ആയല്ലോ. 10 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും 10 + 6 16 മീറ്ററാണ് ട്രാവൽ ചെയ്തത്. പിന്നെ 15 സെക്കൻഡ്സ് ആകുമ്പോഴത്തേക്കും 6ൻ്റെ കൂടെ 2ഉം കൂടെ ചേർന്ന് 16ൻ്റെ കൂടെ 2ഉം കൂടെ ചേർന്ന് 18 മീറ്റർ. ഇപ്പോൾ ഓരോ ഇൻ്റർവെല്ലും ശ്രദ്ധിച്ച്, ആദ്യത്തെ ഇൻ്റർവെല്ലിൽ 10 മീറ്റർ, അടുത്ത 5 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ 10 നിന്ന് 16 ആവണമെങ്കിൽ 6 മീറ്ററേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അടുത്ത 5 സെക്കൻഡ്സിൽ 16ൽ നിന്ന് എഗെയിൻ ഒരു 2 more മീറ്ററേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡാറ്റ എഴുതുക. സോ ഇതിനെ ഗ്രാഫിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം.
അഗെയിൻ നോൺ യൂണിഫോം മോഷൻ്റെ ഗ്രാഫിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ടൈം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടൈമിനെയാണ് നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുക, വൈ ആക്സിസിൽ ഡിസ്റ്റൻസ് എക്സ് ആക്സിസ് ഇസ് ടൈം. ഓക്കെ, ഒറിജിൻ O 5 seconds, then 10 seconds, 15 seconds. ടൈം ഇൻ്റർവൽ ഈക്വൽ ആയിട്ട് എടുത്തു. ഇനിയും 10, 16, 18 ആണ് വാല്യൂ. അത് 10, 16, 18 അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം അല്ലേ. ഗ്രാഫിൽ എടുക്കുമ്പോൾ ഓരോ യൂണിറ്റ് വാല്യൂവും കൃത്യമായ ഡിസ്റ്റൻസ് ആയിരിക്കണം. സോ അഗെയിൻ നമുക്ക് എങ്ങനെ എടുക്കാം? 5 മീറ്റർ, 10 മീറ്റർ ആ ഒരു രീതിയിലെടുക്കാം. 15 മീറ്റർ, 20 മീറ്റർ. നമ്മുടെ ഈ 20 മീറ്ററിനുള്ളിൽ വന്ന വാല്യൂസ് അല്ല അല്ലേ. 10ഉം 16ഉം 18ഉം വിതിൻ ദിസ് റേഞ്ചിൽ വന്നിട്ടുണ്ട്. ആദ്യത്തെ 5 സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 സെക്കൻഡിൽ 10 മീറ്റർ എന്ന് പറയുമ്പം ഏകദേശം ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് 10 സെക്കൻഡ് ആകുമ്പോൾ 16 മീറ്റർ എന്നാണ് പറഞ്ഞത് അല്ലേ. 10 സെക്കൻഡിൽ 16 മീറ്റർ. സോ ഓൾമോസ്റ്റ് 16 നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം, 16 മീറ്റർ. ദെൻ 15 സെക്കൻഡ്സിൽ 18 മീറ്റർ എന്നാണ് പറഞ്ഞത്. 15 സെക്കൻഡ്സിൽ 18 മീറ്റർ നമുക്ക് ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, 15 സെക്കൻഡ്സ് 18 ഇതായിട്ട്. സോ നൗ ജോയിൻ ദിസ്. ഓൾ ദ 3 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഗ്രാഫ് വളയുന്നത് കണ്ടോ. സോ ഇങ്ങനെയാണ് ഗ്രാഫ്. സോ ഇറ്റ്സ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പോൾ നോൺ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് എങ്ങനെ കിട്ടില്ല? നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല. അതെങ്ങനെയും ഒരു ചെറിയ സിഗ്സാഗ് അല്ലെങ്കിൽ ഒരു ചെറിയ പാരാബോളിക് ആയിട്ടായിരിക്കും പോവുക. സോ ഇറ്റ് വിൽ നോട്ട് ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പാരാമീറ്റേഴ്സ് ലൈക്ക് സ്പീഡ്. ഒരു മൂവിങ് ഒബ്ജക്റ്റിന് സ്പീഡ് ഉണ്ടാവും, അതിന് വെലോസിറ്റി ഉണ്ടാവും, ആൻഡ് ഓൾസോ ആക്സിലറേഷൻ. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ആദ്യം നമുക്ക് സ്പീഡ് ഡിസ്കസ് ചെയ്യാം. സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. എന്താണ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ആക്ച്വലി സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അതാണ് അതിൻ്റെ സ്പീഡ്. ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം സ്പീഡിനെ v എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ s ആൻഡ് ടൈം ഈസ് ടു ബി റെപ്രസെൻറ്റഡ് ആസ് t. അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷനാണ് v = s/t എന്നുള്ളത്. എന്താണ് സ്പീഡ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം. ഒരു പ്രത്യേക സമയത്ത് ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ ബൈ ടൈം ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ v = s/t ആണ്. ഇനി നമുക്ക് SI യൂണിറ്റ് നോക്കാം. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് സ്പീഡ്? SI യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ്, ഈ ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ SI യൂണിറ്റ് എടുക്കുന്നത്. സ്പീഡിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേഷനിലെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ. ടൈമിൻ്റെ യൂണിറ്റ് എന്താ? ബൈ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് ആണ് SI യൂണിറ്റ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, അതെപ്പോഴാണ് യൂസ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വെഹിക്കിള് ഫസ്റ്റ് 16 മീറ്റർ ട്രാവൽ ചെയ്യാൻ ഈ വെഹിക്കിള് 4 സെക്കൻഡ്സ് എടുത്തു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഒരു 10 മീറ്റർ ട്രാവൽ ചെയ്യാൻ അടുത്ത 4 സെക്കൻഡ്സ്. ഫസ്റ്റ് 4 സെക്കൻഡ്സിൽ 16 മീറ്റർ, നെക്സ്റ്റ് 4 സെക്കൻഡ്സിൽ 10 മീറ്റർ മാത്രം. നമുക്ക് കാണുമ്പോഴേ അറിയാം നോൺ യൂണിഫോം മോഷൻ ആണ് അല്ലേ. അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഈ ഒരു കേസിൽ ഡിസ്റ്റൻസിൻ്റെ ടൈം ഉണ്ട്, ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസ് ആണ് ടൈം ഇൻ്റർവെല്ലിൽ, ഓരോ ടൈം ഇൻ്റർവെല്ലും ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ആവറേജ് സ്പീഡായിരിക്കും. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആവറേജ് എടുക്കണം അല്ലേ. ആവറേജ് എടുക്കുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് divided by total time taken for the journey. So ഈ രീതിയിലാണ് ഇക്വേഷൻ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 16 മീറ്റേഴ്സ് പ്ലസ് 10 മീറ്റർ ടോട്ടൽ ഡിസ്റ്റൻസ് ആയി. ആൻഡ് ടോട്ടൽ ടൈം എത്ര? 4 + 4 8. ദാറ്റ് ഈസ് 26 divided by 8. 3.2 സംതിങ്. അത്രയും സ്പീഡാണ് അല്ലേ. സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ് കൊടുക്കേണ്ടത് നമുക്ക്? സ്പീഡ് v ഈസ് ഈക്വൽ ടു, ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല, ഇവിടെയും ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്നുള്ളത് കൊണ്ട് ഇക്വേഷൻ ഇത് തന്നെയാണ്. v = s/t. ദാറ്റ് ഈസ് v = 3.2 യൂണിറ്റ് എഴുതണം,
meter per second. Speed ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, യൂണിറ്റ് മസ്റ്റ് ബി മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് നെക്സ്റ്റ് ഈസ് വെലോസിറ്റി. എന്താ വെലോസിറ്റി? ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. വെലോസിറ്റി പറഞ്ഞാൽ സ്പീഡ് തന്നെയാണ്, പക്ഷേ ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. അതായത് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷനാണ് വെലോസിറ്റി. സ്പീഡ് തന്നെയാണ് വെലോസിറ്റി, പക്ഷേ എന്താണ്, കൃത്യമായ ഒരു ഡയറക്ഷനും കൂടി വെലോസിറ്റിയിൽ പറയുന്നുണ്ട്. സോ സ്പീഡ് ആൻഡ് വെലോസിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്പീഡിനൊരു പ്രത്യേക ഡയറക്ഷൻ ഇല്ല. സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് സ്പെസിഫൈയിങ് ഇറ്റ്സ് ഡയറക്ഷൻ, ബട്ട് വെലോസിറ്റി ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് എ പർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് തന്നെയാണ്, മൂവിങ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഡയറക്ഷൻ കൂടി പറഞ്ഞാൽ അത് വെലോസിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് വെലോസിറ്റി v is equal to s by t. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ സെയിം ആണ്, പക്ഷേ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. പക്ഷേ വെലോസിറ്റിയുടെ കേസിൽ ഡയറക്ഷനും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ല. ഡിസ്റ്റൻസ് ബൈ ടൈം തെറ്റായിരിക്കും. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതാൻ പറ്റില്ല. പർട്ടിക്കുലർ ഡയറക്ഷനിൽ പോകുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറഞ്ഞത്? വിച്ച് ഈസ് ഹാവിങ് എ പ്രോപ്പർ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് ഹാവിങ് എ പർട്ടിക്കുലർ ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റിക്ക് വി, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ആക്ച്വലി എ ഡിസ്റ്റൻസ്, അതൊരു ഡിസ്റ്റൻസ് തന്നെയാണ്. അതുകൊണ്ട് എസ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ടൈം ഈസ് ടി. ഇക്വേഷൻ റിമെയിൻസ് ദ സെയിം. സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെയും ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ വെലോസിറ്റിയുടെ ആക്ച്വൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ല. വെലോസിറ്റി ഈസ് സ്പീഡ് വിത്ത് ഡയറക്ഷൻ. അപ്പോൾ പ്രത്യേക ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് ഐ യൂണിറ്റ് നോക്കാം, മാറ്റമൊന്നുമില്ല. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് മീറ്ററിൽ ആൻഡ് ബൈ ടൈം സെക്കൻഡ്സിൽ. സോ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഇനിയും ടെക്സ്റ്റ് ബുക്കിൽ കാണാം മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്, ഇങ്ങനെ കാണാൻ പറ്റും. അത് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് കേട്ടോ. സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്നുള്ളത് ഇൻവേഴ്സ് ആയതാണ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് വന്നപ്പോൾ. സോ മീറ്റർ ഇൻവേഴ്സ് ഇങ്ങനെ കണ്ടാലും ഇത് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. 10 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് 10 മീറ്റർ ഇൻവേഴ്സ്, സെക്കൻഡ് ഇൻവേഴ്സ് ഇങ്ങനെ കൊടുത്ത് കാണാം. ഇത് രണ്ടും സെയിം തന്നെയാണ്. ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതുന്നു എന്നുള്ളത്. ഇത് സെയിം തന്നെയാണ്. മീറ്റർ പെർ സെക്കൻഡും ഈ ഇൻവേഴ്സ് കൊടുത്തിരിക്കുന്നതും സെയിം തന്നെയാണ്. മീറ്റർ ഇൻറ്റു സെക്കൻഡ് ബട്ട് ഇൻവേഴ്സ്. നെക്സ്റ്റ് കൺവേർഷൻ ഓഫ് കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആവശ്യമുള്ള കാര്യമാണ്. യൂണിറ്റ് മാറ്റിത്തരും. ടൈം 10 സെക്കൻഡ്സ് എന്ന് തരും. അതുപോലെ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് 90 കിലോമീറ്റർ പെർ അവർ എന്നാണ് തരിക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ യൂണിറ്റിനെ, എസ് ഐ യൂണിറ്റ്സിനെ ഈ ഒരു ബാലൻസിങ്ങിൽ എത്തിക്കണം. ഇത് കിലോമീറ്റർ പെർ അവറാണ്, ഇവിടെ സെക്കൻഡ്സിലാണ്. സോ നമുക്കെന്ത് യൂണിറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇവിടെ കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കി വേണം പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ടൈം സെക്കൻഡിലും സ്പീഡ് അതുമായി യാതൊരു ബന്ധമില്ലാത്ത അവറിലേക്കുമാണെങ്കിൽ നമ്മളത് കൺവേർട്ട് ചെയ്തു മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ചിലവർ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ് വി ഈസ് ഈക്വൽ ടു നമുക്ക് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ, എസ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് if it is having a speed of 90 km per hour and it completes its journey within 10 seconds എന്ന് ചോദിക്കും. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എസ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യല്ലേ, വി ഇൻറ്റു ടി എന്ന് ചെയ്യും അല്ലേ. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി 90 ഇൻറ്റു ടൈം 10 ഡയറക്റ്റ് ചെയ്യും, വിച്ച് ഈസ് ഈക്വൽ ടു 900 മീറ്റർ കംപ്ലീറ്റ് ആക്കി. ഈ ആൻസർ തെറ്റാണ്. എന്തുകൊണ്ട്? 90 കിലോമീറ്റർ പെർ അവറിലാണ് യൂണിറ്റ്, 10 സെക്കൻഡ്സിലാണ്. സോ വി ഹാവ് ടു ബ്രിങ് ദാറ്റ് കിലോമീറ്റർ പെർ അവർ ഓർ കൺവേർട്ട് ദ കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ടൈം സെക്കൻഡിലായതുകൊണ്ട് സ്പീഡും മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ പിന്നെ ടൈം അവറിലേക്ക് എടുക്കുക വേണ്ടത്. ഇത് കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ ടൈമും അവറിലേക്ക് കൊണ്ടുവരിക വേണ്ടത്. സോ ഇവിടെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവരാം. ഒരു ഈസി മെത്തേഡ് ഉണ്ട്, നോക്കാം. മീറ്റർ പെർ അവറിനെ, അതായത് ഇവിടെ തന്ന ക്വസ്റ്റ്യനിൽ 90 കിലോമീറ്റർ പെർ അവർ ആണ്. ഇതിനെ നമുക്ക് എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡ്. ഇത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 90യെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ 5/18 കിട്ടിയെന്ന് ഞാൻ പറയാം. അപ്പോൾ 9/90 ഇൻറ്റു ഏത് ടേം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? മീറ്റർ പെർ
സെക്കൻഡിലേക്ക്. സോ 90-ഉം 18-ഉം 18 5 ടൈംസ് ഉണ്ട്. 18 90-ൽ 5 ടൈംസ് ഉണ്ട്. സോ 5 × 5 25 യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി കൺവേർട്ട് ചെയ്തു അല്ലേ. km/h ഏതിലേക്ക് കൺവേർട്ട് ചെയ്തു? m/s കൺവേർട്ട് ചെയ്തു. നൗ ദ സ്പീഡ് ഈസ് 25 m/s. ഇനി നമ്മൾ ഈ സ്പീഡ് ആയിരിക്കരുത് എഴുതാൻ പോകുന്നത്, 25 m/s എന്നുള്ള ഈ സ്പീഡാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി v = s/t. അപ്പോൾ ഡിസ്റ്റൻസാണ് കാണേണ്ടത് അല്ലേ, ടൈമും വെലോസിറ്റിയും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് s = v × t ആണ്. ദാറ്റ് ഈസ് v എത്രയാ? 90 അറിയാതെ പോലും എഴുതാൻ പാടില്ല, km/h കിടക്കുന്ന യൂണിറ്റ് ആണ്. നമ്മളത് കൺവേർട്ട് ചെയ്ത് m/s 25 എടുക്കുക, ഇൻറ്റു ടൈം 10. അങ്ങനെ ആ വെഹിക്കിൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത 10 സെക്കൻഡ്സിൽ വിത്ത് എ സ്പീഡ് ഓഫ് 25 m/s എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു ആ വെഹിക്കിൾ? 250. കൺഫ്യൂഷൻ വരണ്ട, യൂണിറ്റ് എന്ത് കൊടുക്കണം? S ഫോർ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. ചിലവർ എപ്പോഴും എല്ലാത്തിൻ്റെ യൂണിറ്റ്, ഈ ഫസ്റ്റ് ചാപ്റ്റർ ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിൻ്റെ യൂണിറ്റ് അവർക്ക് m/s ആയിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഈസ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമ്മൾ m/s സ്പീഡ് ഉള്ളത്, സെക്കൻഡിൽ ടൈം, അപ്പോൾ മീറ്റർ ആണ് ആൻസർ. ഓക്കെ, ഇനി ഞാൻ പറയാമെന്ന് പറഞ്ഞു അല്ലേ, 5/18 എങ്ങനെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത് നോക്കുക. km/h നമ്മൾ m/s കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ 1 കിലോമീറ്റർ ആൻഡ് 1 അവർ, അതിനെയാണ് ഇൻ ടേംസ് ഓഫ് m/s മാറ്റുക. 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1 കിലോമീറ്റർ ഈസ് 1000 മീറ്റേഴ്സ് അല്ലേ. അതുപോലെ 1 അവർ എത്ര സെക്കൻഡാണ്? 60 × 60, ദാറ്റ് ഈസ് 3600 സെക്കൻഡ്സ് ആണ് 1 അവർ എന്ന് പറഞ്ഞാൽ. സോ ഇതിനെ നമുക്ക് ഈ 0 ക്യാൻസൽ ചെയ്യാം അല്ലേ, ഇതും ക്യാൻസൽ ചെയ്യാം. പിന്നെയുള്ളത് 10/36 ആണ്. അതിനെ സ്മോളസ്റ്റ് ഫ്രാക്ഷനിലേക്ക് കൊണ്ടുപോകാം. 2 ഒരു കോമൺ ഫാക്ടറാണ് അല്ലേ. 10-ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ്. 36-ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 18. ഇപ്പോൾ ഫൈനലി നമ്മൾ ഇതിൻ്റെ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ 5/18 ആണല്ലോ. അങ്ങനെയാണ് ഈ 5/18 കിട്ടിയത്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ, 1 അവർ 3600 സെക്കൻഡ്സ്. ഈ 1000/3600 എന്നുള്ള വലിയ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് km/h m/s ആക്കുന്നതിലും നല്ലത് നമ്മൾ അതിൻ്റെ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ 5/18 കൊണ്ട് ചെയ്യുന്നതല്ലേ. അങ്ങനെയാണ് നമ്മൾ km/h m/s ആക്കാൻ 5/18 യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ഇതിൻ്റെ റിവേഴ്സ് ഉണ്ട്. ഇനി m/s തന്ന ക്വസ്റ്റ്യനെ km/h സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇതിൻ്റെ റെസിപ്രോക്കൽ ഇട്ടാൽ മതി. സോ ഫോർ ദാറ്റ് ഈസ് m/s ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. m/s km/h ആക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത് റെസിപ്രോക്കലായ 18/5, 5/18 റെസിപ്രോക്കൽ 18/5 കൊണ്ട്. നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. 25 m/s ആണ് അല്ലേ, നമുക്ക് km/h ആക്കണം. 25 m/s km/h ആക്കാൻ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5ഉം 25ഉം 5 ടൈംസ് അല്ലേ. 18 × 5 എത്രയാണ് നമുക്ക് കിട്ടുക? 90. യൂണിറ്റ് എന്ത് എഴുതണം? എന്തിലേക്ക് മാറ്റി നമ്മൾ? km/h. സോ ഇങ്ങനെയാണ് km/h m/s ഒന്ന് പഠിച്ചാൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടും. മൾട്ടിപ്ലൈ ബൈ ദ റെസിപ്രോക്കൽ ഓഫ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആക്സിലറേഷനുമായിട്ട് കാണാം. താങ്ക് യു.